ഈ ഒരു ചിന്തനം ഉണ്ടല്ലോ, ജടായു ഗതി, ഇതാണ് ആയുവിന്റെ ഗതി വേണ്ടത്, ജീവന്റെ ഗതി വേണ്ടത്. ഈ പ്രാണന്റെ ഗതി ഇങ്ങനെയായിരിക്കണം. അപ്പൊ മരണസമയത്ത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാൻ മനസ്സിനെ കൂടെയുള്ള ബന്ധുക്കളെക്കുറിച്ചോ നാം പ്രസവിച്ചു വളർത്തിയ കുട്ടികളെക്കുറിച്ചോ നമുക്ക് സ്നേഹം തന്ന ആളുകളെക്കുറിച്ചൊന്നും അല്ല അപ്പോ സ്മരിക്കേണ്ടത് മുഴുവൻ ഭഗവാനെക്കുറിച്ചാണ്. പട്ടതിരിപ്പാട് പറയുന്നത് പോലെ ചിത്തസ്ഥിതം മേ, ചിത്തം മുഴുവൻ ആരിലായിരിക്കണം? ഭഗവാനിലായിരിക്കണം. ഭഗവാന്റെ പാദം നമ്മുടെ ചിത്തത്തിൽ അപ്പോ തെളിഞ്ഞു കാണാൻ നമുക്ക് സാധിക്കണം. അത് മരണസമയത്ത് മാത്രം വരില്ല എന്ന് പറയാണ്. അത് നേരത്തെ തന്നെ നമ്മൾ അഭ്യസിച്ച് പോയാൽ ആ സമയത്ത് നമുക്ക് അത് വ്യക്തമായി തീരും. അതുകൊണ്ട് നമ്മൾ ആ അനുഭവം കിട്ടണമെങ്കിൽ ആരായിരിക്കണം? ബന്ധുഭാവേന ദാസനായോരടിയനേ, ഞാൻ ഭഗവാനെ അവിടുത്തെ ദാസനാണേ, ഈ പ്രഭുവിനെ ഓർത്തുകൊണ്ട്, എന്റെ ആത്മീശ്വരനായ ഭഗവാനെ ഓർത്തുകൊണ്ട് ഈ പ്രാണൻ പോവണം, അങ്ങനെ തലോടുന്നതായിട്ട് എനിക്ക് അനുഭവിക്കണം എന്നാണ്. അപ്പം മരണസമയത്ത് നമ്മൾ ഭഗവാന്റെ മടിത്തട്ടിൽ കിടക്കുന്നതായും ഭഗവാൻ നമ്മളെ തലോടുന്നതായും ഭഗവാന്റെ പാദങ്ങളിലേക്ക് പ്രാണൻ ചേരുന്നതുമായി ഭാവന ചെയ്തുകൊണ്ട് മരിക്കണം എന്നാണ് ജടായു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുള്ള ഒരു സുഹൃതം നമ്മൾ നേടണമെങ്കിൽ നാം ഇപ്പോഴേ അതിനുവേണ്ടി അഭ്യസിക്കണം എന്നാണ്. രാത്രി കിടന്നുറങ്ങാൻ നേരത്തുണ്ടല്ലോ നമ്മളിതൊക്കെ ഒന്ന് അഭ്യസിക്കണം. ഞാൻ കിടന്നുറങ്ങുന്നത് ഒറ്റയ്ക്കല്ല, ഭഗവാന്റെ മടിത്തട്ടിലാണെന്നും എന്നെ ഉറക്കുന്നത്, തലോടി ഉറക്കുന്നത് ഭഗവാനാണെന്നും എന്നുള്ള ഭാവനയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴാണ് നമ്മൾ ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധത്തോടെ രാവിലെ എണീറ്റ് വരാൻ സാധിക്കുക. മരണകാലം ചിലപ്പോൾ ചിലർക്കൊക്കെ കിടക്കേണ്ട യോഗം ഉണ്ടാവും, ചിലർക്കൊക്കെ പെട്ടെന്ന് മരിക്കാനുള്ള യോഗം ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥിക്കുക അതാണ്, എന്ത് വേഗം കൊണ്ടുപോകണേ എന്നൊക്കെയാണ്. എന്നാ വേഗം കൊണ്ടുപോകാൻ വന്നാ ഇപ്പം വേണ്ട ഭഗവാനെ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി എന്ന്. അതെന്താ? സീരിയൽ കഴിഞ്ഞിട്ടില്ല എന്ന്. സീരിയൽ കാരണം ആൾക്കാരൊക്കെ മരിക്കാനും വലിയ മോഹമില്ലാത്തവരാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനോട് പെട്ടെന്ന് തന്നെ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കണം. മരിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ മരിക്കണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മരിക്കുന്ന സമയത്ത് എന്റെ മനസ്സ് മുഴുവൻ അവിടുത്തെ സ്മരണയിൽ, അവിടുത്തെ പാദത്തിൽ ലയിക്കുന്നതായി ആ ബോധത്തോടുകൂടി മരിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന്. നമുക്ക് ഒരു പക്ഷിയെ കൊണ്ട് രാമായണം ഇത് പറയിപ്പിക്കുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആയുവിന്റെ ഗതി ഇങ്ങനെയായിരിക്കണം. ജടായു, ജഡത്തിൽ നിന്നും പ്രാണൻ രാമനിലേക്ക് ചെന്നു ചേരണം. അതാണ് ശ്രേഷ്ഠകരമായൊരു മരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്നാണോ മനസ്സ് ഉത്ഭവിച്ചത് അവിടേക്ക് തന്നെ മനസ്സ് ചെന്ന് ചേരുന്നത്. ശരീരം വന്നുത്ഭവിച്ചത് മണ്ണിൽ നിന്നാണെങ്കിൽ അത് തിരിച്ച് മണ്ണിലെത്തണം. മനസ്സ് വന്നുത്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണെങ്കിൽ മനസ്സ് ചെന്ന് ചേരേണ്ടത് ഭഗവാനിലാണ്. അതുകൊണ്ട് മരണകാലത്ത് മനസ്സിന്റെ വിചാരം മുഴുവൻ ആരെക്കുറിച്ച് തന്നെയാവണം? ഭഗവാനെക്കുറിച്ച് തന്നെയാവണം. മനസ്സിലായില്ലേ? ആ ഒരു ഭാവന എത്ര ശ്രേഷ്ഠകരമാണ് നോക്കൂ. ആ ഭാവന ഇതൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ രാമായണത്തിൽ നിന്ന്. ഭഗവാൻ നമ്മളെയൊക്കെ ഓർത്ത് സന്തോഷത്തോടെ കരയുന്നൊരു രംഗമുണ്ടാവുന്നതാണ്. എപ്പോഴാണ്? നാം ഓരോരുത്തരും ഭഗവത്പാദത്തിലേക്ക് ചേരുന്ന സമയത്ത് ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് ആ ശ്രീരാമസ്വാമിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. ശ്രീരാമസ്വാമി ജടായുവിന് ഗതി കൊടുത്തു. ശ്രീരാമസ്വാമി തന്നെ ലക്ഷ്മണനോട് ചിത കൂട്ടാൻ പറയാണ്. സാധാരണ നമ്മുടെ സംസ്കാരത്തില് പൊതുവെ പക്ഷികളും മൃഗങ്ങളും ചത്താൽ ആരും ദഹിപ്പിക്കാറില്ല, ഉണ്ടോ? കുഴിച്ചിടാറാ ചെയ്യാറ്. ഇവിടെ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് ചിതയൊരുക്കാൻ പറയാണ്. സാധാരണ മനുഷ്യരെ ദഹിപ്പിക്കുന്നത് പോലെ ദഹിപ്പിച്ചു എന്ന് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി ആരും ശ്രാദ്ധമുട്ടാറില്ല. ഒരു മാനിനെ കൊന്ന് അതിന്റെ മാംസം എടുത്തു വെച്ച് ആ പക്ഷിക്ക് വേണ്ടി ശ്രീരാമസ്വാമി ശ്രാദ്ധമുട്ടി എന്നാണ് രാമായണത്തിലെ കഥ. അപ്പൊ ഇത്രയൊക്കെ ശ്രീരാമസ്വാമി ഒരു കടപ്പാട് കാണിക്കാൻ കാരണം ആ പക്ഷി അത്രമാത്രം ശ്രീരാമസ്വാമിയിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ്.
നമ്മളുണ്ടല്ലോ, ഡോൺ വറി അബൌട്ട് അവർ സൊസൈറ്റി എന്നാണ്, അല്ലെങ്കിൽ ഡോൺ വറി അബൌട്ട് അവർ സറൗണ്ടിങ്സ്. നമ്മുടെ വീട്ടുകാരെക്കുറിച്ചോ ആരെക്കുറിച്ചും അറിയേണ്ടതില്ല. നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ആരെ? മരിക്കുന്ന സമയത്ത് മക്കൾ അടുത്ത് വരുമോ? വെള്ളം തരാൻ ആളുണ്ടാവുമോ? പിണ്ടം വെക്കാൻ ആരെങ്കിലും ഉണ്ടാവും? പിണ്ടം വെക്കണ്ട. ഇതൊക്കെയാണ് ഇപ്പൊ ഓരോരുത്തരെയും അലട്ടുന്നത്. മക്കൾ അടുത്തുണ്ടാവുമോ, അവിടെ അടുത്തുണ്ടാവുമോ, ഇവിടെ അടുത്തുണ്ടാവുമോ എന്ന്. ഒരാൾ അടുത്തുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം നടത്തിക്കൊള്ളുന്നതാണ്. ആര്? ഭഗവാൻ അടുത്തുണ്ടെങ്കിൽ. അതിന് ഭഗവാൻ അടുത്തുണ്ട്. നമുക്കുള്ള ജോലി എന്താ വെച്ചാൽ നമ്മൾ അടുത്തിരുന്നാ മതി. ആരുടെ? ഭഗവാന്റെ. അത് മക്കളുടെ അടുത്തും, അതുപോലെ രോഹിണി നക്ഷത്രത്തിന്റെ അടുത്തും, അതുപോലെ ചൊവ്വാഗ്രഹത്തിന്റെ അടുത്തും, അതുപോലെ തന്നെ പേരക്കുട്ടികളുടെ അടുത്തും, വീട്ടില് ജോലിക്കാരിയുടെ അടുത്തും. ദാക്ഷായണി വെള്ളം എന്താ? ഞാനിതാ ചാവണോ? എത്ര എളുപ്പമൊന്നുമല്ല. രാമസ്മരണയിലൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തമാശ പറഞ്ഞിട്ടുണ്ടാവണം, എന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യ, അവരിങ്ങനെ സപ്താഹത്തിനൊക്കെ റെഗുലറായിട്ട് പോവും. പാവം. ഭർത്താവിനാണെങ്കിൽ ഭക്തി അടുത്തുകൂടി ഒന്നും പോയിട്ടില്ല. അമ്പലത്തിലെ ഭക്തിയുണ്ട്, ഇങ്ങനെ സത്സംഗ ഭക്തിയൊന്നുമില്ല. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു, മരിക്കാറായി, വീണു. അപ്പൊ ഭാര്യ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒറ്റ മോഹമുള്ളൂ, ശ്രാവണ സമയത്ത് രാമാന്ന് വിളിച്ചിട്ട് മരിക്കണം. രാമാന്ന് വിളിച്ചിട്ട് നാരായണാന്ന് വിളിച്ചൊക്കെ മരിച്ചാൽ ഭർത്താവിന് ഗതി കിട്ടുന്നാണ് രാമായണവും ഭാഗവതമൊക്കെ പറയുന്നത്. അജാമിളന്റെ കഥയൊക്കെ അതല്ലേ ഓർമ്മിപ്പിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, ഞാനും കുട്ടിക്കാലത്ത് കഥയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ഭർത്താവ് നാരായണ എന്നൊക്കെ വിളിക്കുവോ, രാമാന്നൊക്കെ വിളിക്കുവോ? എന്നാലും ഡോക്ടറെ ഒന്ന് പരിശ്രമിക്കൂ, മരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ കൊണ്ട് നാരായണാന്നൊന്ന് വിളിപ്പിക്കണമെന്ന്. ഡോക്ടർ പറഞ്ഞു, നോക്കൂ, ആകെ ബോധം കെട്ട മനുഷ്യനായാള്, ഇനി ബോധം ഉണരുമെന്നറിയില്ല. ഏതായാലും വളരെ വില പിടിച്ചൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, 25,000 രൂപ ഇഞ്ചക്ഷന്. ഞാൻ കുത്തിവെക്കാം, ബോധം ഉണർന്നാൽ അപ്പൊ നിങ്ങൾ നാരായണാന്ന് വിളിപ്പിച്ചുകൊള്ളണം. അങ്ങനെ അയാൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കും കാര്യം. ഭാര്യയ്ക്ക് പ്രതീക്ഷ വന്നു. ബന്ധുക്കളെയും മിത്രങ്ങളെയും സുഹൃത്തുക്കളെയും സപ്താഹത്തിന് വരുന്ന എല്ലാ സ്ത്രീകളെയും വിളിച്ച്, കണ്ടോളൂ എന്റെ ഭർത്താവ് നാരായണാന്ന് വിളിച്ച് മരിക്കുന്നത്. ICU എല്ലാം കൊണ്ടും ICU ആയി, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. ഡോക്ടർ മരുന്ന് കുത്തിവെച്ചു, ഇയാൾക്ക് ബോധം വന്നു. കഷ്ടപ്പെട്ട് കണ്ണൊക്കെ തുറന്നു. ഭാര്യ തട്ടി ഉണർത്തി, മനസ്സിലായോ? സന്തോഷമായി, ബോധം തെളിഞ്ഞു വന്ന്. നാരായണാന്ന് പറയൂ എന്ന്. നാരായണ നാരായണ. ആശുപത്രിയിലുള്ള എല്ലാവരും നാരായണ നാരായണ എന്ന് പറയാൻ തുടങ്ങി. നാരായണാന്ന് പറയൂ എന്ന്. പിന്നെ അയാൾ പറഞ്ഞു, അറിയില്ല. എന്തൊരു പിടിവാശി പോലെ അയാൾക്ക് കൂടി ദേഷ്യം വന്നു ഇവരെ കൂടി കണ്ടപ്പോ. ഭാര്യയ്ക്ക് വിഷമായി. 25,000 രൂപയാണ് ഇഞ്ചക്ഷന് കൊടുത്തതേ. നാരായണ എന്ന് പറയില്ല എന്നാ പറയുന്നത്. ഭാര്യ ലേശം ബുദ്ധിയുള്ള കൂട്ടത്തിലായിരുന്നു. ഭാര്യ ചോദിച്ചു, എന്ത് പറയില്ല എന്ന്? എന്ത് പറയില്ല? അങ്ങനെങ്കിലും നാരായണ എന്ന് പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്ത് പറയില്ല എന്ന് ചോദിച്ചത്. അയാളാണെങ്കിലോ അതിനപ്പുറം തൊലിക്കെട്ടിയുള്ള ആളാണ്. നീ പറഞ്ഞത് പറയില്ല. ആള് യാപം ചെയ്തു. എന്നാലും നാരായണ എന്ന് പറയാൻ തോന്നണ്ടേ? നീ പറഞ്ഞത് പറയില്ല എന്ന് പറഞ്ഞ ആള് ചത്തും പോയി. ഭാര്യ പറയണം, നെഞ്ചത്ത് കൈവച്ച എന്റെ 25,000 നശിപ്പിച്ചു തന്നല്ലോ ഇയാളെന്ന്. എളുപ്പാന്നൊക്കെ വിചാരിക്കണ്ടോ നിങ്ങള്? ചിരിക്കുന്നതിനേക്കാൾ കഷ്ടമാണത്. അങ്ങനെയൊന്നും നമ്മുടെ മനസ്സ് സഹകരിക്കില്ല. കാരണം മരണസമയത്തുണ്ടല്ലോ മനസ്സാകെ ദുർബലമാവും. അപ്പൊ നമുക്ക് രാമവിചാരമല്ല വരിക. തളരുന്ന നമ്മളെ നോക്കാൻ ആളില്ലല്ലോ എന്നുള്ള കുറ്റബോധമാണ് വരിക. അപ്പൊ അതുകൊണ്ടായിരിക്കാം മിക്കവാറും ആളുകൾ മരിക്കുന്ന സമയത്ത് ഭാര്യയെയും മക്കളുടെയൊക്കെ പേര് വിളിച്ച് ചോദിക്കുന്നത്, ഇല്ലേ അവരില്ലേ, ആരെയൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള വിചാരം വരും. അപ്പോ അതുകൊണ്ട് ആ സമയത്തിലേക്ക് എത്തുമ്പോഴേക്കും ആരോ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, കൂടെ എപ്പോഴും രാമനുണ്ട് ഭഗവാനുണ്ട് എന്നുള്ള വിചാരമാണ് ഉറപ്പിക്കുന്നതെങ്കിൽ രാമൻ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭഗവാൻ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരേ ഒരു മോഹമേ ഉള്ളൂ, ഈ മനസ്സങ്ങോട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ചേരണം. ഇതിൽ പരം ആഗ്രഹമൊന്നുമില്ല. കൂടെ ഉള്ളവരെയല്ല ഓർക്കുന്നത്,
സഹോദരനായിരിക്കുന്ന സമ്പാദിയല്ല ഓർക്കുന്നത്, രാമനെയാണ് ഓർക്കുന്നത്. രാവണൻ കൊന്നതിന്റെ ദുഃഖത്തിലല്ല, അയ്യോ രാമ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ രാവണനാൽ വെട്ടേറ്റല്ലോ, കുറ്റബോധം കൊണ്ടല്ല മരിക്കുന്നത്. രാമൻ അപ്പോഴും തഴുകുന്നതാണ് ഭാവന ചെയ്യുന്നത്. ശരീരം മരിക്കുന്ന സമയത്ത് പീഡകൾ ഒരുപാടുണ്ടാവും. ആ പീഡകളുടെ പ്രതീകമാണ് ചിറകറ്റുപോയ ജടായു എന്ന് പറയുന്നത്. എല്ലാ ചിറകുകളും നമുക്ക് അറ്റുപോകും. ആ അറ്റുപോയ ചിറകുകളെക്കുറിച്ച് ദുഃഖിക്കുകയോ കരയുകയോ അല്ല വേണ്ടത്. അപ്പോഴും നമ്മളെ രാമൻ തഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭഗവാൻ നമ്മളെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ഭഗവാനെ ആ പാദത്തിലേക്ക് ഈ മനസ്സ് ലയിക്കണം. ഇതെപ്പോഴും ഓർത്തു വയ്ക്കണേ. ഇതാണ് ജടായുവിന്റെ ഗതി എങ്കിൽ ഈ ജഡത്തിലിരിക്കുന്ന ആയുവിന്റെയും പ്രാണന്റെയും ഗതി ഇങ്ങനെയായിരിക്കണം. ഭഗവത് സ്മരണയിലൂടെ, ഭഗവാൻ തഴുകുന്നെന്ന ബോധത്തോടെ ഭഗവത് പാദത്തിലേക്ക് വിലയനം പ്രാപിക്കലായിരിക്കണം. എന്നിട്ട് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞ് ചിറക് കൂട്ടിക്കൊണ്ട് ആ ജടായുവിന് വേണ്ടി പിണ്ടാദി കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നാണ്. അവസാനം ജടായു ആ മരിക്കുന്ന സമയത്തുണ്ടല്ലോ സ്തുതി ചെയ്യുന്നത് രാമായണത്തിൽ എടുത്തു പറയുന്നു. വളരെ ശ്രീരാമസ്വാമിയെ അതിമനോഹരമായൊരു സ്തുതി. ചിറകറ്റുപോയ ജടായു ചിറകറ്റതിന്റെ വേദന അറിയാതെ മനസ്സിൽ മുഴുവൻ ശ്രീരാമപ്രേമവുമായിട്ട് ഇവിടെ ഓരോ സ്തുതികളും നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയെ ദശരഥപുത്രനായി കണ്ടുകൊണ്ടുള്ള സ്തുതി അല്ലത്, തന്റെ അന്തരാത്മാവായി കണ്ടുകൊണ്ടുള്ള സ്തുതിയാണത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയെ പരമാനന്ദ സ്വരൂപനായി തന്റെ പരമാത്മാവായി കണ്ടുകൊണ്ടാണ് സ്തുതിക്കുന്നത്. അപ്പോ ജടായു ഏത് ശ്രീരാമപാദത്തിലേക്കാണ് മനസ്സിനെ വിലയനം ചെയ്യിച്ചത്? ദശരഥപുത്രനായ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ കിടന്നുകൊണ്ടെങ്കിലും ശരിക്കും തന്റെ മനസ്സിനെ ലയിപ്പിച്ചത് പരമാത്മാവായിരിക്കുന്ന രാമനിലേക്കാണ്. അപ്പൊ നോക്കൂ, ഒറ്റയ്ക്ക് നമ്മളൊക്കെ മരിക്കുന്ന സമയത്തുണ്ടല്ലോ ഒറ്റയ്ക്കായിരിക്കാം ചിലപ്പോൾ, ചിലർക്ക് ആരെങ്കിലും അടുത്തുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊന്നും ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധം നേരത്തെ തന്നെ ഉറപ്പിക്കണം. എന്റെ കൂടെ പരമാത്മാവായി ഭഗവാൻ തലോടിക്കൊണ്ട്, തഴുകിക്കൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട്, ആശ്ലേഷിച്ചുകൊണ്ട് കൂടെ എപ്പോഴും വരുന്നുണ്ട്, കൂടെയുണ്ട്. ഈ ബോധം നമ്മളെ കൂടുതൽ കൂടുതൽ ബോധവാനാക്കിയാലേ അന്ത്യകാലത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് അന്തകാലേ മാമേവ സ്മരൻ മുക്ത്വാ കളേപരം, എന്നെ സ്മരിച്ചുകൊണ്ട് കളേപരം ത്യജിക്കുന്നവൻ മാമുപൈത്യതു കൗന്ദേയ പുനർജന്മം ന വിദ്യതേ, എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നവൻ എന്റെ ഗതിയും പരാംഗതിയും എന്റെ പരമമായ ഗതി അവൻ പ്രാപിച്ചിരിക്കും എന്നൊക്കെയുള്ള ഭഗവത്ഗീതയിലെ തത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അത് ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്നും ശ്രീരാമസ്വാമി പിന്നീട് ജടായു പറഞ്ഞ ദിക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഭീകരനായൊരു രാക്ഷസൻ വയറിന്റെ ഉള്ളിലാണ് തലയിരിക്കുന്നത്, നീളമുള്ള കൈകളും, അവരെ പിടിക്കാനായിട്ട് ഓടി വരികയാണ്. ആരാണ് നിങ്ങൾ? ഈ കാട്ടിൽ ഒരു പെൺകുട്ടിയെയും കൊണ്ട് വന്നിരിക്കണോ? ഇപ്പോ നിങ്ങളെ ഞാൻ പിടിച്ചു വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് വരുമ്പോ ശ്രീരാമസ്വാമി പറയും, സീതയും പോയി, നമ്മളും ഇതാ പോവാൻ പോകുന്നു, ഇവനിപ്പൊ നമ്മളെ പിടിച്ചു വിഴുങ്ങുന്നു. അങ്ങനെ അവൻ വിഴുങ്ങാൻ വേണ്ടി ഓടി വരുന്ന സമയത്ത് ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയോട് പറയും, ജ്യേഷ്ഠ ഇങ്ങനെ കരയരുത്, തളരരുത്. ഇടയ്ക്ക് ശ്രീരാമസ്വാമി പോലും ഒന്ന് പതറിപ്പോവുകയാണ്. കാരണം സീതാന്വേഷണത്തിന്റെ ആ വിരഹത്തിന്റെ ചെറിയൊരു വേദന ശ്രീരാമസ്വാമി അലട്ടുന്ന പോലെ ശ്രീരാമസ്വാമി അഭിനയിക്കും. ലക്ഷ്മണൻ പറയും ശ്രീരാമസ്വാമിയോട്, ജ്യേഷ്ഠ എടുക്കൂ, വാള് വെട്ടു. അങ്ങനെ വാളെടുത്തുകൊണ്ട് രണ്ടുപേരും രണ്ട് കൈകൾ വെട്ടി മുറിക്കുമ്പോ അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? എവിടുന്ന് വരണോ? എന്തിനു വരണോ? ശ്രീരാമസ്വാമി സത്യസന്ധനായി മറുപടി പറയും, ദശരഥ മഹാരാജാവിന്റെ പുത്രൻ, ഞങ്ങളിങ്ങനെ അച്ഛന്റെ നിയോഗപ്രകാരം ഇങ്ങനെ വന്നു കാട്ടിൽ. എന്റെ പത്നിയെ ഒരുത്തന്നെ അപഹരിച്ചു കൊണ്ടുപോയി, അവളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് എന്ന് പറയുമ്പോ ഇത് കേട്ടതും കബന്ധന് മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാനായിരിക്കുന്ന ശ്രീരാമസ്വാമിയാണെന്ന്. പിന്നെ കഥ പറയുകയാണ്. ധനു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു താനെന്നും പണ്ട് അഷ്ടാവക്രനെ പരിഹസിച്ചതില് തനിക്ക് രാക്ഷസജന്മം കിട്ടിയെന്നും കഠിനമായ തപസ് ചെയ്തപ്പോ ബ്രഹ്മാവിൽ നിന്നും മരണമില്ലാത്തൊരു വരം കിട്ടിയെന്നും എന്തിനു പറയുന്നു? അങ്ങനെയിരിക്കെ അഹങ്കാരിയെ തീർന്നിട്ട് ആ ബ്രഹ്മദത്തമായ വരത്തിന്റെ അഹങ്കാരം കൊണ്ട്
ഋഷീശ്വരന്മാരെയൊക്കെ അപമാനിക്കാൻ തുടങ്ങിയപ്പോ ഇന്ദ്രൻ ഒരിക്കൽ വജ്രായുധം കൊണ്ട് തലയ്ക്കടിച്ചപ്പോ മരിക്കരുതെന്ന വരമുള്ളതുകൊണ്ട് തല പോയി വയറിൽ ചെന്ന് വീണു. അന്ന് ഇയാളുടെ തല മുഴുവൻ കുക്ഷിയിൽപ്പെട്ടു എന്നാണ്. നീളത്തിൽ 2 കൈകൾ കൊടുത്തു. പിന്നെയുള്ള ജോലി എന്താ വെച്ചാൽ പിടിച്ച് അകത്തേക്കാക്കുക. 2 സൗകര്യമുണ്ട്, മുകളിൽ കൂടെ താഴോട്ട് ഇറങ്ങണ്ട. തല വയറ്റിന്റെ ഉള്ളിലായതുകൊണ്ട് കഴിക്കലും ദഹനവും ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെ നടന്നുകൊള്ളും. അങ്ങനെ തന്റെ വയറ്റിൽ തല വെച്ചവനെയാണ് കബന്ധൻ എന്ന് പറയുക. അങ്ങനെ ഞാൻ കബന്ധനായി ഇവിടെ കൂടിയിരിക്കുന്നു. എനിക്ക് ഭക്ഷാവക്രൻ കൊണ്ട് ശാപമോക്ഷം തന്നിട്ടുണ്ട് എന്ന് ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് വരുന്നു. കൈകൾ മുറിച്ചു മാറ്റുന്നു. അങ്ങനെ നിനക്ക് പൂർവ്വസ്മരണ വരും. ഇനി നീ ശ്രീരാമസ്വാമിയെ സഹായിക്കേണ്ടത് എങ്ങനെയാണ്? നിന്റെ ശരീരം മരണമില്ലല്ലോ, ചുട്ടുഭസ്മാക്കണം. അപ്പം അതിൽ നിന്ന് മുക്തി കിട്ടും. എന്നെ നിങ്ങൾ ചുട്ടുഭസ്മമാക്കിയാൽ സീതാന്വേഷണത്തിലുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാമെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ അവനെ ഒരു ഭാഗത്തിട്ട് വിറകൊക്കെ കൂട്ടി കത്തിച്ച് ഭസ്മമാക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഗന്ധർവൻ പ്രകടമായി. പിന്നീട് പറയാണ്, തെക്ക് ദിക്കിലേക്ക് നിങ്ങൾ പോണം. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞാൽ ശബരിമല കാണാമെന്ന്. ഏറെക്കുറെ അവര് ശബരിമലയുടെ അടുത്തെത്തി. ആ സ്ഥലത്തിന്റെ പേരാണ് ശബരിയുടെ ഗുരുനാഥൻ മാതംഗ ഋഷി തപസ് ചെയ്ത സ്ഥലമായിരുന്നു ശബരിമല. അപ്പൊ ആ മാതംഗ ഋഷി തപസ് ചെയ്ത സ്ഥലത്ത് കാട്ടുജാതിക്കാരിയായ ശബരി വന്ന് അദ്ദേഹത്തിനെ സേവനം ചെയ്ത് തൃപ്തിപ്പെടുത്തി. അങ്ങനെ ആ സേവനത്തിൽ സന്തുഷ്ടനായ അദ്ദേഹം ശബരിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി ശരീരം ഉപേക്ഷിക്കരുത്, ദേവി കാത്തിരിക്കണം. സീതാന്വേഷണത്തിന് വേണ്ടി ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും ഈ വഴിക്ക് വരും, ദേവിയെ അനുഗ്രഹിക്കും. അങ്ങനെ അങ്ങയെ കാത്ത് ഋഷി തപസ് ചെയ്ത സ്ഥലത്ത് ശബരിമലയിൽ ഇപ്പോഴും ആര് കാത്തിരിക്കുന്നുണ്ട്? ശബരി കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നാൽ അങ്ങയ്ക്ക് സീതാന്വേഷണത്തിലുള്ള വഴികളെല്ലാം തുറന്നു കിട്ടും എന്ന് പറയുകയാണ്. ഇപ്പൊ ഇവിടെ ഈ കബന്ധൻ ഇതൊക്കെ പറഞ്ഞ് പിന്നെ അപ്രത്യക്ഷമാവുന്നു. ആരാണത്രേ കബന്ധൻ? തല വയറ്റിൽ വെച്ചവനെയാണ് കബന്ധൻ എന്ന് പറഞ്ഞാൽ വിചാരം മുഴുവൻ വയറിനെക്കുറിച്ചും വയറിന് താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നടത്തുന്നവരെയാണ് കബന്ധന്മാരെന്ന് പറയാം. ഇനി പറയണ്ടല്ലോ, ഇത്രയും നല്ലൊരു വ്യാഖ്യാനം വേറെ ഉണ്ടാവില്ല. വയറിനെക്കുറിച്ചും അതിന് താഴെയുള്ള അനുഭവങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നവരെയാണ് കബന്ധന്മാരെന്നാണ്. ബന്ധിക്കുന്നവൻ, തന്റെ മനസ്സിനെ ഭോഗതൃഷ്ണയിൽ ബന്ധിക്കുന്നവരെയാണ് കബന്ധന്മാര്. അങ്ങനെ കുരുക്കിയിട്ട കബന്ധന് ശാപമോക്ഷം കൊടുത്തത് എപ്പോ അവിടുത്തെ കൈകൾ വെട്ടിമാറ്റുന്നുണ്ടോ പൂർവജന്മ സ്മൃതികൾ വരുന്നതാണ്. ഭോഗത്തിന്റെ പ്രതീകമാണ് ആർത്തി, വലിച്ചെടുക്കുന്ന ആർത്തിയുടെ പ്രതീകമായ കൈകള് എന്ന് വെട്ടിമാറ്റപ്പെടുന്നുവോ അന്ന് നിനക്ക് പൂർവജന്മ സ്മൃതി വരുമെന്ന് പറഞ്ഞാൽ ബോധം വരും. കുറെ കഴിക്കാനും കുറെ ഭോഗങ്ങൾ അനുഭവിക്കുവാനും മാത്രമല്ല ജീവിതം. ജീവിതത്തിന് ഉദാത്തമായ ഉത്കൃഷ്ടമായൊരു ഉദ്ദേശ്യമുണ്ട്. തന്റെ മനസ്സിനെ കൊണ്ട് ഭോഗമനുഭവിക്കാൻ മാത്രമല്ല നമുക്ക് സാധിക്കുക, മനസ്സിനെ കൊണ്ട് ആ ഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ പ്രേരണ തരുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വര ശക്തിയിലേക്ക് നമ്മളെ ഉയർത്താനും നമുക്ക് സാധിക്കും. ഭോഗവും മനസ്സിന് സാധിക്കും, യോഗവും മനസ്സിന് സാധിക്കും. അതാണ് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത. അപ്പം ഭോഗത്തിൽ നിന്നും രാമനിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ യോഗത്തിലേക്ക് തിരിയണം. അപ്പൊ അങ്ങനെ കബന്ധൻ ശാപമുക്തി നേടി എന്ന് പറഞ്ഞാൽ ഭോഗതൃഷ്ണയിൽ നിന്നും മനസ്സിനെ യോഗനിഷ്ഠയിലേക്ക് കയറി എന്ന് പറയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിനുണ്ടല്ലോ 2 സ്റ്റേജുകൾ ഉണ്ടാവണം. ഒന്ന്, ഒരു പ്രായം വരെ നമ്മൾ ഭോഗതൃഷ്ണയിലാണ് ജീവിക്കുന്നതെങ്കിൽ ക്രമേണ നമ്മുടെ മനസ്സിനെ ഭോഗതൃഷ്ണയിൽ നിന്നും അതിലൊക്കെ തൃപ്തനായി ഇനി അതിനൊന്നും എന്നെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ലെന്ന വിവേകം ഉറപ്പിച്ചുകൊണ്ട് ഭോഗത്തിൽ നിന്നും യോഗത്തിലേക്ക് ഉയർത്തണം. ആത്മീയത എന്ന് പറയുന്നത് ഭോഗമല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ അധ്യാത്മയോഗം എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് യോഗമാണ്. ഭോഗത്തെ ഒരിക്കലും യോഗം എന്ന് വിളിക്കില്ല. അധ്യാത്മയോഗം. ശ്രീകൃഷ്ണ ഭഗവാൻ പറയും ഇത് യോഗവിദ്യയാണ്, ആത്മീയ യോഗവിദ്യയാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ രാമനിലേക്ക് തിരിക്കാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഭോഗതൃഷ്ണകൾ കുറഞ്ഞ് യോഗത്തിലൂടെ
യോഗം ചെയ്യാം. ആരിലേക്ക് ചേരാം? രാമനിലേക്ക് ചേരാം. ഭോഗവും യോഗത്തിലേക്ക് നയിക്കും. ഏത് യോഗത്തില്? സംഘത്തിലേക്ക് നയിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് വിഷയങ്ങളിൽ ലയിക്കും. ഇന്ദ്രിയങ്ങൾക്ക് വിഷയത്തിൽ ലയിക്കാൻ സാധിക്കും. ഭഗവത് സ്മരണ ചെയ്യുന്ന മനസ്സിന് ഭഗവത് ചൈതന്യത്തിലും ലയിക്കാൻ സാധിക്കും. ആ യോഗമാണ് ശരിയായ യോഗം. ഇതിനെ നമ്മൾ പെട്ടെന്ന് ഭോഗത്തെ നിർത്താൻ സാധ്യമല്ല. ഒരാൾക്ക് യോഗത്തെ പെട്ടെന്ന് കൈവരിക്കാനും സാധ്യമല്ല. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഭോഗത്തിന്റെ പിന്നാലെ ഓടുന്നവനോട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. കുട്ടികളോട് നിങ്ങൾ TV കാണരുത്, അത് കാണരുത് മോനെ, ഇത് ചീത്തയാണ്, ഇത് വൃത്തികേടാണെന്നൊക്കെ പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടില്ല. അത് എന്ത് വേണം? ക്രമേണ യോഗത്തിലൊരു താല്പര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, യോഗ താല്പര്യം കൂടുന്തോറും, യോഗത്തിൽ ലയം കൂടുന്തോറും ഭോഗതൃഷ്ണ കുറഞ്ഞു 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 വരും. അത് ശരിയാണത്. നിങ്ങൾ ആധ്യാത്മികമായി കുറച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങും തോറുണ്ടല്ലോ, പിന്നെ ഈ TV-യിലേക്കും ന്യൂസ് പേപ്പറിലേക്കും വേണ്ടാത്തതിനോടൊന്നും വലിയൊരു ആകർഷണം നമുക്ക് തോന്നുന്നില്ല. നമുക്ക് മനസ്സിലാവും ഇത് സമയം കളയണം നമ്മുടെ. നാമം ജപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങുന്ന ഒരാൾക്ക് പിബത രാമരസം, ഉള്ളിൽ രാമരസം അനുഭവിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിലൊന്നും രസം തോന്നില്ല. ഭാഗവതത്തിൽ പറയും, ഈ രസം കിട്ടിയാൽ അന്യൽ രുചി എന്നാണ്, വേറൊന്നിനും രുചി വരില്ല.